ഈ കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഇന്നാ പിടിച്ചോ. എടാ, കേസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എന്തായാലും കുറച്ചും കൂടി ബ്ലഡ് വേണ്ടി വരും. എടാ, ഇപ്പൊ ഞാനിത് എവിടെ നിന്ന് ഒപ്പിക്കാനാണ്? ഒരു വഴിയുണ്ട്, നീ ഒന്ന് ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരും. എന്നുവെച്ചാ എടാ, ഇവിടെ ഒരു കോളേജ് ഉണ്ട്. ആ കോളേജിൽ കുറച്ച് കുട്ടികളൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടത്. അവിടെ പോയിട്ട് ഈ ഒരു വാർത്ത അറിയിച്ചാൽ അവിടുത്തെ ഏതെങ്കിലും ഒരു കുട്ടി വരും. അത് നല്ലൊരു കാര്യമാണല്ലേ. എന്നാ ഞാൻ പോയിട്ട് നോക്കട്ടെ. ചെല്ല്, വേഗമാവട്ടെ. ടൈം നമുക്ക് ഒരുപാട് കുറവാണ്. ആടാ, ശരി. സാർ, ഞാനിവിടുത്തെ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നാണ്. നേഴ്സ് അരവിന്ദ്. എന്ത് വേണം? കുറച്ച് ബ്ലഡ് വേണം. ഒരു ക്രിട്ടിക്കൽ കേസാണ്. അതിന് ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരു സ്റ്റുഡൻറ്റിനെ ഇവിടെ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞാനിപ്പോൾ തന്നെ ന്യൂസ് അറിയിക്കാം. Now, when we're listening to a foreign language, it's probably at the bottom level that we are aware of having deficiencies. So, not knowing the words that a speaker... എന്റെ മോനി, ഇയാൾ എന്ത് തേങ്ങണ്ട് ഈ പറയണത്? ഒരു കുന്തൻ തലേ കയറില്ലട. ഇങ്ങനെ പോയി ചത്തു. ഒന്നും മിണ്ടാണ്ടിരിക്കട. അങ്ങേര് പറയണൊക്കെ എന്ത് അർത്ഥവത്തായ സാധനങ്ങളാണെന്നറിയോ? അർത്ഥവത്ത ഏത് വകയില്? എന്തെങ്കിലുമൊക്കെ പറയണല്ല. ഒന്നറിയില്ലെങ്കിൽ കൂടി പഠിപ്പികളെ പോലെ നമ്മൾ ഇവിടെ ഇരിക്കണം. ലാസ്റ്റ് ബെഞ്ചിലെ 3 പേര് ഏറ്റു നിൽക്കൂ. പിടിച്ച്. യെസ് സാർ. അതെ സാർ, ഇവിടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് ആരെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബ്ലഡ് ഡൊണേറ്റ് ഞങ്ങള് സാർ. ഞങ്ങള് 3 പേരും ചെല്ലാം സാർ. ദെൻ ഗോ. ഇവിടെ മാറി. കൊതുകിന് കുടിക്കാൻ കൊടുക്കാൻ പോലുള്ള ബ്ലഡ് എന്റെ ബോഡിയിലില്ല. എന്നിട്ടാണോ ഡൊണേറ്റ് ചെയ്യാൻ പോണ്? ഇവന്ന് രക്ഷപ്പെടണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം. എന്തുവാടേ, എന്റെ ഉണ്ട് ബ്ലഡ്. ഞാൻ കൊടുത്തോണ്ട് നിങ്ങൾ ഇറങ്ങിയേ. വേവാ. അരവിന്ദ്, പുറത്ത് സ്റ്റുഡൻസ് നിൽക്കുന്നുണ്ട്. തനിക്ക് അവരെ കൊണ്ടുപോവാം. ഓക്കെ സാർ. എക്സ്ക്യൂസ് മീ. യെസ്. നിങ്ങളല്ലേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ? യെസ്, അതെ. ഞാനാണ് നിങ്ങളെ കൊണ്ടുപോകാൻ വന്ന നേഴ്സ് അരവിന്ദ്. നൈസ് ടു മീറ്റ് യു അരവിന്ദ്. ഇതിലെ ബി പോസിറ്റീവ് ബ്ലഡ്? എനിക്ക് ബി പോസിറ്റീവ് ഇല്ല. നിനക്കുണ്ടോ? എനിക്കില്ല. പിന്നെ കുട്ടിക്കോ? എനിക്കുണ്ട്. ബി പോസിറ്റീവ് ഉണ്ട്. എന്ത്? തന്റെയാണ് വേണ്ടത്. ഈശ്വര, ഞാൻ പറഞ്ഞിടത്തേണ്ടി സാരില്ലടാ. കൊതിക്കിനല്ലേ കൊടുക്കാനില്ലാണ്ടുള്ളൂ, മനുഷ്യനില്ലാണ്ടില്ലെന്നൊന്നും നീ പറഞ്ഞില്ലല്ലോ. നീ കൊടുത്തേക്ക്, കുഴപ്പമില്ല. നീ കൊടുത്തേക്ക്. കൊടുത്തേക്ക്. കുറച്ചേരം കഴിയുമ്പോൾ നിന്റെ ബ്ലഡ് ഞാൻ ചോദിക്കേണ്ടി വരും. തലർക്കി എങ്ങനെ ചത്ത് കിട്ടുന്നുണ്ടെങ്കിൽ. ഹലോ. ബ്ലഡ് ഉണ്ടല്ലോ അല്ലേ? ഉണ്ടാവണം എന്നാ തോന്നണേ. അത് പിന്നെ ക്ലാസ് അറ്റയാൻ വേണ്ടിയാണോ അവിടെ നിന്ന് ഇറങ്ങിയത്? അങ്ങനെ ചോദിച്ച ചെറുതായി. എടോ, ഒരാളവിടെ സീരിയസ് ആയിട്ട് കിടക്കാണ്. ആ ആളെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബ്ലഡ് ചോദിച്ചു വന്നത്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടി ഓരോ കള്ളത്തരങ്ങളും കാട്ടിയെടുത്തേക്ക് വരരുത് പ്ലീസ്. ഇല്ല, എൻ്റെ ബോഡിയിൽ ബ്ലഡ് ഉണ്ട്. ചേട്ടനെടുത്തോ. വാ.
So finally, we make him alive. Thanks to the boy who gave us B positive blood and appreciate him. Okay, doctor. ഇന്നടാ ഗ്ലൂക്കോസ് കഴിക്കടാ നീ. എനിക്കൊന്നും വേണ്ട തിണ്ടികളെ. എത്ര കുപ്പി ബ്ലഡ് ആണെന്നറിയണ്ട് പോയത്. വെറും ഒരു കുപ്പിയല്ലേ എങ്കിലും എന്റെ ബ്ലഡ് എന്റെ അമ്മ എനിക്ക് തീറ്റിപ്പോയിട്ട് തന്ന ബ്ലഡ് ആയിരുന്നു. ഹായ് ചേട്ടാ. ഹായ്. എന്താ ചിരിക്കണേ? ഏയ് ഒന്നുമില്ല. എടോ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൊടുത്ത ബ്ലഡ് അല്ലേ തിരിച്ചു വരുന്നേ. പിന്നെ ഇങ്ങനെ ഇത്ര ചെറുപ്പത്തിൽ ഒരാളെ സഹായിക്കാനൊക്കെ നിന്നെന്ന് വെച്ചാൽ വലിയ കാര്യമല്ലേ. ആൻഡ് താനൊരാൾ കാരണം ആ ഒരു വ്യക്തി ജീവിതത്തേക്ക് തിരിച്ചു വന്നില്ലേ, അതിൻ്റെ നന്ദി തനിക്ക് കിട്ടും. താൻ ഇനി ജീവിക്കുമ്പോൾ തനിക്ക് ആ നന്ദി ഒരു സഹായം പോലെ എവിടെ നിങ്ങൾക്കൊക്കെ കിട്ടണോ? താങ്ക് യു ചേട്ടാ. എന്താ പേര്? വിനായക്. വിനു എന്ന് വിളിച്ചാൽ മതി. വിനു. ഇനി 3 പേര് പൊക്കോ. ഇപ്പം ഇനി ആവശ്യമൊന്നുമില്ല. ഇനി ആവശ്യം വരികയാണെങ്കിൽ വിളിക്കാട്ടോ 3 എണ്ണത്തിന്. ചേട്ടൻ കോളേജിൽ വന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. എൻ്റെ നമ്പർ വാങ്ങിച്ചോ. അതാവുമ്പോൾ ചേട്ടന് ചാറ്റ് ചെയ്ത് അങ്ങോട്ടൊക്കെ വിളിച്ചു പറയാലോ. അതൊരു നല്ല കാര്യമാണ്. എന്നാ എൻ്റെ നമ്പർ. ഓ താങ്ക് യു ചേട്ടാ. ശരി എന്നാ. ചേട്ടൻ ഒന്ന് വിളിക്കണ്ടോ. എനിക്ക് അത്ര പ്രായമൊന്നുമില്ല. നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. എനിക്ക് 25 പ്രായമുള്ളൂ. ഓ എനിക്ക് 20 ഉണ്ട്. 5 വയസ്സ് മൂത്തതല്ലേ. അപ്പൊ ചേട്ടനാവില്ലേ? എന്നാലും അരവിന്ദ് എന്ന് വിളിച്ചാൽ മതി. അത് വേണ്ട, അരവിന്ദ് ഏട്ടോ എന്ന് വിളിക്കാം. അയ്യോ ക്രിഞ്ച് പോടറക്കാടുന്ന്. ശരി ചേട്ടാ. എന്താണ്ടാ നോക്കണേ? അല്ല കൊറേ നേരായി ഭയങ്കര ചിരിങ്കളിക്ക. അതും അരവിന്ദേട്ട എന്നൊക്കെ വിളിക്കുന്നു. അതെ ഞാനും കാണാണ്ടില്ലേ. അല്ല ഒരു ഡില്ല എന്ന് പറഞ്ഞതാ. ഒരു പ്രാവശ്യം പറഞ്ഞാ മതി. ഓ ശരിയേട്ടാ. എന്തോന്ന് സാധനങ്ങളാണിത്. മനുഷ്യനൊരു ചെക്കനോട് സംസാരിക്കണം അല്ലേ? എടാ നീ സംസാരിച്ചോ. പക്ഷെ നീ ഒരു കാര്യം പറഞ്ഞു, നീ ഗേയാന്ന് ഞങ്ങൾക്ക് 2 പേർക്ക് അറിയാം. അതിന് എന്താ മോനസേ വല്ലതാണോ? എന്തില്ലത്? ലബ്. അങ്ങനെയാണെങ്കിൽ പുള്ളി അങ്ങനെ തന്നെ ആവണ്ടേ? ഐ തിങ്ക് ഹീ ഈസ് സ്ട്രെയിറ്റ്. അത് പറയാൻ പറ്റില്ലല്ലോ, സംസാരിച്ചാലല്ലേ മനസ്സിലാവൂ. എന്നാ ഞാൻ പുള്ളിനെ കൊണ്ടൊരു ഡേറ്റ് പോട്ടെ. എടാ നീ ഇതും പറഞ്ഞ് അവൻ്റെ അടുത്ത് ചെല്ലി. ആളുടെ അടുത്ത് നിന്നെ എറിയും. ഫസ്റ്റ് തന്നെ ഫ്രണ്ട്ഷിപ്പ് ആവ്. നമ്പർ കിട്ടിയില്ലേ, പതുക്കെ ചാറ്റൊക്കെ ചെയ്ത് ആടിപ്പാടി ഇങ്ങനെയൊക്കെ പോണോടാ. നല്ലല്ലേ സെറ്റാവ്. അതെ അത് വലിയൊരു ഇതാണ്. അപ്പോഴേ ഫീൽ കിട്ടു. പെട്ടെന്ന് തന്നെ ഡേറ്റിനോണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഇതിട്ടിലിടാ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഒന്നില്ലെങ്കിലും നിങ്ങൾ എൻ്റെ ഗുരുക്കളാണല്ലോ. അതെ ഞങ്ങളെ കണ്ടുപിടിക്കണം. ഞങ്ങൾ കണ്ടില്ലേ കമ്മിറ്റഡ് ആയിട്ട് എത്ര വർഷമായി. നീ പ്ലസ് സിംഗിളാന്നു ഞങ്ങൾ എന്നും ശരിക്കും അല്ലടാ. അതെ വേണ്ടാട്ടാ വേണ്ട. പോ ഇറങ്ങടാ പോടാ. ഞങ്ങ പോയി. എന്താണ് അരവിന്ദേ ചിരി? ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ലാണ്ട് നീ ചിരിക്കാറില്ലല്ലോ. മാത്രല്ല ഇവിടത്തെ ബ്ലഡും സാധനങ്ങളൊക്കെ കണ്ട് നീ ആകെ കിളിപോയ അവസ്ഥയിലാണ് സാധാരണ ഈ സമയത്ത് ഇരിക്കാറ്. കണ്ടുപിടിച്ച കൊച്ചു കള്ളി. പറയടാ എന്തുവാ? ഞാനേ ഇവിടെ ഇരിക്കി. ഇരുന്ന് പറ. ഞാനേ ഒരു പയ്യനെ കണ്ടെന്ന്. അതെ എങ്ങനെയുണ്ട്? കൊള്ള നല്ല കുട്ടിയാ. ഒരു നോട്ടത്തിൽ നീ എല്ലാം മനസ്സിലാക്കിയോ? അതൊന്നല്ല, ഹി ഈസ് റിയലി ഇന്നസെന്റ്. ഒരു ബേബി ബോയ്. പിന്നെ സംസാരിച്ചും പിടിച്ചൊക്കെ വന്നപ്പോൾ പുള്ളി എനിക്ക് ചേരും എന്നൊരു തോന്നൽ. അവന് 20 വയസ്സുണ്ട്. പിന്നെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പേരെന്തുവാ അവന്റെ? വിനായക്. വിനു എന്ന് വിളിക്കുന്ന. ഒക്കെ സെറ്റ്. പക്ഷേ അവൻ LGBTQ കമ്മ്യൂണിറ്റി പെടുവോ? യു മീൻ ഗേസില്? യാ. I don't know. Then find it as soon as possible, man. നിനക്ക് 25 കഴിഞ്ഞ കെട്ടാനൊക്കെ ആയിട്ടുണ്ട്. ആൻഡ് നിനക്കൊരു ജോബ് ഉണ്ട്, അത്യാവശ്യം നല്ല സാലറി ഉണ്ട്, നല്ലൊരു ഫാമിലി ഉണ്ട്, ഫാമിലി ഫുൾ സപ്പോർട്ടാണ്. അപ്പൊ പിന്നെ പേടിക്കാനില്ലല്ലോ. അതൊക്കെ ശരിയാണ്. എന്നാലും ഒരെന്നാലും ഇല്ല. നീ കണ്ടുപിടിക്ക് അവനെ കുറിച്ച്. I will. അമ്മപ്പുഴയുടെ പൈതലായി അന്നൊഴുകി കിട്ടിയ കർണനായി
നാടിനു മുഴുവൻ സ്വന്തമായി എൻ ജീവനെ വളരണേ. കുടിൽ മെയ്യുവാൻ മുകിലുകൾ, അതിൽ മാറിവൽ ചുവരുകൾ, നിനക്കൊരു കുടം കുളിരുമായി പുതുമഴ മണിമഴ വരവായി. ഹോ 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 ഓ നരൻ ഓ ഓ ഞാനൊരു നരൻ പുതുജന്മം തേടിയ നരൻ ഓ നരൻ ഞാനൊരു നരൻ. പോടത്തെണ്ടികളെ എന്തുവാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യണേ. എട്ടേ കയറി വന്നിരിക്കുന്നു രണ്ടെണ്ണം. ഈടെ ഞങ്ങള് മെയിൽ വേർഷൻ ചെയ്തതല്ലേ. ഇത് മെയിൽ വേർഷൻ അല്ല, കൂർക്കം വേർഷനാണ്. രണ്ടെണ്ണം അറിഞ്ഞു പൊക്കോണം. അങ്ങനെ ഓടിക്കല്ലേ, ഞങ്ങളൊരു കാര്യം പറയാൻ വന്നതാ. എന്തുണ്ട്? அது வந்து தங்கச்சி நாங்க உன்னை ஒரு காரத்துக்கு கூப்பிடா வந்துக்கு. മലയാളം അറിയാലോ? അറിയാ. എന്നാ മലയാളത്തിൽ പറയും. ആ ഓക്കെ. അതായത് ഉത്തമ നമ്മുടെ കൂടെയുള്ള ഒരുത്തനുണ്ടല്ലോ ബിനു, ആ അവനൊരു ചെക്കനോട് കയറി ഇഷ്ടം. ശരിക്കും? അപ്പോ ആരാ തിരിച്ചിഷ്ടാന്ന് പറഞ്ഞോ? അങ്ങനൊന്നും പറഞ്ഞില്ല, അവൻ വളച്ചുകൊണ്ടിരിക്കുകയാണെന്നാ കേട്ടത്. വളക്കട്ടെ. ഏത് വകയില് വളച്ചിട്ടൊന്നുമില്ല. അവന് മെസ്സേജ് പോലും അയച്ചിട്ടില്ല. അപ്പൊ അവൻ എന്നോട് ഇങ്ങനെയാണല്ലോ പറഞ്ഞത്. നീ അല്ലാണ്ട് അവന്റെ നോണം വിശ്വസിക്കോ? ഞാൻ അവന്റെ ഫോൺ പോയി നോക്കി, ആ മെസ്സേജിൽ ഹായ് പോലും ഇട്ടിട്ടില്ല. എന്നാ പിന്നെ പിശാചിനെ പിടിച്ചിരുത്തി ഹായ് ഇടിപ്പിക്കും. ഇടിപ്പിക്കണം. അതിന് ആ സാധനം എന്തേ ദിപ്പ വരാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന്റെ ദിപ്പ നിങ്ങൾക്കറിയാലോ, 1/2 മണിക്കൂർ കഴിയുമ്പോ എത്തും. നൈറ്റ് ചെയ്യാം. ഓ മൈ ഗോഡ്. അപ്പോ എന്നെ കൊല്ലാനുള്ള പ്ലാനാണ്. എന്ത് ചെയ്യും ഞാൻ? എങ്ങനെയെങ്കിലും തടുത്തപ്പെടുമ്പോഴോ ഒരു വഴിയുണ്ട്. പുറത്തുനിന്ന് വിളിച്ചിട്ട് വരാൻ പറ്റില്ലെന്ന് പറയാം. മോനെ കിട്ടാ, നിന്നെ ഞാൻ കണ്ടടാ, കേറിപാടാ. കണ്ടുപിടിച്ചല്ലോ. ഞാൻ ഇപ്പൊ തന്നെ കേറിയുള്ളൂ. അതെയോ? എന്നിവിടെ വന്നിരിക്കും. ഇരുന്ന് പറ. എടാ നീ ഇപ്പൊ അവന് മെസ്സേജ് ഇടണുണ്ടോ ഇല്ലയോ? ഇടാം ഡേ, ഇപ്പിടാം. ഇട്ട് കണ്ട ഇൻസ്റ്റഡ് ഐഡി മക്കളെ. എടാ ഈ പൊട്ടനെന്താണ്, ഭ്രാന്താണോ? എനിക്കും സംശയമില്ലാതില്ല. എടാ നീ എന്തിട്ടാണ് ആളുടെ നമ്പർ കിട്ടി, പിന്നെ അത് കഴിഞ്ഞ വാട്സപ്പിൽ ചാറ്റ് ചെയ്താ പോരെ, അല്ലെങ്കിൽ കോള്, പിന്നെ എന്തിനാ ഇൻസ്റ്റഡ് ഐഡി ചോദിക്കുന്നേ? നിങ്ങളെന്താ ഈ വിനുവിനെ കുറിച്ച് വിചാരിച്ചത് ഞാൻ പൊട്ടനാണെന്നാ? ഞാൻ പൊട്ടനൊന്നുമല്ല. പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് ഇൻസ്റ്റ ഐഡി? എടാ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേ. എനിക്ക് പുള്ളിയുടെ നമ്പർ കിട്ടിയ ഒന്നിനെങ്കിൽ കോൾ ചെയ്യാം, വാട്സപ്പിൽ ചാറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റാറ്റസ് കാണാം. പക്ഷേ ഇൻസ്റ്റയിൽ അങ്ങനെയല്ല. സ്റ്റോറി കാണാം, മെൻഷൻ കാണാം, ടാഗ് കാണാം, കൊളാബറേഷൻ കാണാം, ആരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, ആരൊക്കെ തിരിച്ച് ഫോളോ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ കാണാം. മാത്രല്ല ആരൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ട് എന്നറിയാനും പറ്റും. എടാ ഗൂഗിള്, ഇത് നമ്മുടെ വീണു തന്നെയല്ലേ? അതെ. ഇവ നന്നായിട്ട് പുരോഗമിച്ചിട്ടാ. റൊമ്പ. നീ ഇതൊക്കെ എങ്ങനെ പഠിച്ച്? എന്നോടാ കളി. ഒരാളെ വിളക്കിനേക്കാളും മുമ്പ് എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ യൂട്യൂബിലൊക്കെ പഠിച്ചതാണ് കേട്ടാ. അത് പാണ കിടന്ന് കുറയ്ക്കുന്നുണ്ടല്ല. എന്തിട്ട് അറിയാൻ പാടില്ല. കുറച്ച് ദിവസം ഭയങ്കര ചുമ. എന്നാ ഞാൻ പോട്ടെ, വീട്ടില് അമ്മ തിരക്കും. ശരി എന്നാ പൊക്കോ. മാതാശ്രീനെ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. എന്ന് വെച്ചാ ഒന്നില്ലെങ്കിൽ റൂമിലുണ്ടാവും, അല്ലെങ്കിൽ അടുക്കളയിലുണ്ടാവും. എന്തായാലും കാണാണ്ട് പോവാം. അയ്യോ നീ വന്ന? അമ്മ വന്ന്. ഇതെവിടെയായിരുന്നു? നിന്നോട് ഞാൻ എത്ര മണിക്ക് വീട്ടിൽ കയറി വരാനാ പറഞ്ഞത്? സന്ധ്യയായല്ലോ. അതിനമ്മ അതാക്കിരണം ഗോകുലും ഗോപികയും വിളിച്ചപ്പോ പോയതാ. ഗോപിക ചേച്ചി വിളിക്കടാ. നിന്റെ കൂട്ടുകാരന്റെ ചേച്ചിയല്ലേടാ അത്? അവൾക്ക് അങ്ങനെ വിളിക്കുന്ന ഇഷ്ടമല്ല. അപ്പൊ പിന്നെ ഞങ്ങൾ അങ്ങനെ വിളിച്ച്. അതിനിപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ.
കണ്ട കിടന്ന് ചുമക്കുന്നതണ്ട, നീ കേറി വന്നപ്പോ തന്നെ ചുമയാണ്. ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തലയിലെ മൂട്ടി ഇങ്ങനെ വെക്കരുതെന്ന്. വെട്ടാൻ പറഞ്ഞതല്ലേ, വെട്ടണ്ടേ നീ. ഇനിയിപ്പോ ഈ അസുഖം എന്നും മാറാനാണ്. എന്തായാലും ഹോസ്പിറ്റലിൽ പോവാം. ഹോസ്പിറ്റലൊന്നും പോവാം, എന്തായാലും പോവാം. നാളെ അവന്മാരെ കൂട്ടി ഞാൻ പൊക്കോണ്ട്. ഇങ്ങനല്ലല്ലോ മറുപടി വരേണ്ടത്. പോകൂലെന്നാണല്ലോ. എന്തു പറ്റി? അതല്ലമ്മേ, ഇപ്പത്തെ കാലാവസ്ഥ അനുസരിച്ച് വേഗം ഡോക്ടറെ കട്ടർ നല്ലതാ. എങ്ങാനും അപാരമായ രോഗമൊക്കെ ആയാലോ, അല്ല വലിയ രോഗമായാലോന്ന്. ആ, അത് നല്ലൊരു കാര്യമാണ്. എന്തായാലും എന്റെ പൊന്നുമോൻ ഇപ്പൊ പോയി റെസ്റ്റ് എടുക്ക്. നാളെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോ. ടോക്കൺ നമ്പർ അമ്മ വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. അത് വേണ്ടമ്മേ, ഇവിടെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ ഞാൻ ബുക്ക് ഉണ്ട്. അത് ഏത് ഹോസ്പിറ്റല്? അതൊക്കെ ഉണ്ട്. ശരി എന്നാ. ആ, അവന്മാര് വിളിച്ചെന്തായാലും കാര്യം പറയാം. നിന്റെ ചുമ കാരണം എന്തായാലും അവനെ കാണാൻ ഒത്തു. അതെ, ചില സമയത്ത് എന്റെ ബോഡി വരെ എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എനിക്ക് ഭയ്യ. അല്ലടാ, ഇനി അവനിവിടെ ഇല്ലെങ്കിലോ? ഓ, നെഗറ്റീവ് പറയാതെടാ, ഞാൻ വിളിച്ചോക്കട്ടെ. വിളിക്കണോ? അത്ര വിറക്കായടാ. ചില സമയത്ത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം എന്തായാലും കോളേജ് ആവശ്യം വരുമല്ലോ, അതുകൊണ്ട് വിളിക്കാം എന്ന് കരുതുന്നു. വിളി ഇപ്പൊ വിളിക്കാം. ആ പാന്റ് ഒന്ന് താഴ്ത്തിട്ടോളൂ, ബട്ടക്സിലാണ്. ആ ശരി. ഓ എന്റെ പൊന്നരവിന്റെ കൊറേ നേരം നിന്റെ ഫോൺ എടുക്കുന്നത്, നീ എടുക്കുന്നില്ലേ? ആരാ? എന്തോ ബി പോസിറ്റീവ് എന്ന്. അയ്യോ എടാ, ഫോൺ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എടാ, ബാക്കി നീ ഒന്ന് ചെയ്യോ? ഈ ഇഞ്ചക്ഷൻ ഒന്ന് വെക്കോ പ്ലീസ്. അല്ല, ആ കോൾ അത്രക്ക് അർജന്റ് ആയിണ്ടാ. ശരി. ഹലോ. ഹലോ ചേട്ടാ, ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. എന്തിന്? അല്ല, എനിക്ക് ഡോക്ടറെ കാട്ടാൻ വേണ്ടി വന്നതാ. അപ്പൊ എന്തായാലും ചേട്ടനങ്ങടായിട്ട് പോവാന്ന് കരുതി. ഡോക്ടറെ കാട്ടനോ? അതിനെന്തു പറ്റി? അത് ചെറിയൊരു ചുമ. നീ ഇപ്പൊ എവിടെ നിക്കുന്നേ? ഞാനിവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അന്ന് അവിടെ നിക്ക്, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ. എന്തു പറഞ്ഞു? ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ആരും അല്ല, ബിസി ആയിരിക്കും. നമ്മള് വെറുതെ ഒരു പണി ഉണ്ടാക്കി വെക്കണ്. എടാ, നീ ഒന്നും മിണ്ടാണ്ടിരിക്കടാ. കൊച്ചു സെറ്റ് ആണെങ്കിൽ സെറ്റ് ആവട്ടെ. നമ്മ സെറ്റ് ആയെന്നും പറഞ്ഞ് അവന് സെറ്റ് ആവണ്ടേ മുത്തേ? ഓ ഞാൻ ഒന്നും പറയണില്ല. ഹേയ്, ഹായ് ചേട്ടാ, നിങ്ങള് ഡോക്ടറെ കണ്ടോ? എന്നിട്ട് കണ്ടു. എന്നാ പിന്നെ ചായ ആയാലോ? ചായ ചേട്ട പൈസ എടുക്കോ? ഞാൻ എടുത്തോണ്ട്. എന്നാ പിന്നെ പ്രശ്നമില്ല, വാള കുളിച്ചിട്ട് തരാം. നാണം കിടത്താനായിട്ട് എന്ത് ഫ്രീ ആയിട്ട് കിട്ടണല്ലേ? സാരില്ല, ഫ്രണ്ട്സിന്റെ ഇടയിൽ അതൊന്നും വേണ്ട. ഫ്രണ്ട്സാ? എന്തേ ആയിക്കൂടെ? ആവാം, എന്നാ വാ. ചേട്ടാ, 4 ചായയും 3 പരിപ്പോടെ എടുത്തോ. വേറെന്തെങ്കിലും വേണോ? വേണ്ട, അത് മതി. അന്നിവിടെ ഇരിക്കും. പിന്നെ ഇതെന്താ പെട്ടെന്നൊരു ചുമ? പെട്ടെന്നൊന്നല്ല, കുറച്ച് നാളെ തുടങ്ങിയിട്ട്. ഇപ്പോഴാണൊന്ന് ഡോക്ടറെ കാട്ടാന്ന് വിചാരിച്ചു. അതെ, എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് നേരത്തെയും കാലത്തും ഡോക്ടറെ കാട്ടാൻ പഠിക്കട്ടാ. പിന്നെ അത് വലിയൊരു അസുഖമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാരെല്ലാരും കഷ്ടപ്പെടേണ്ടി വരും ആ ആളെ രക്ഷിക്കാൻ. ചേട്ടാ, ഇനി നോക്കിക്കൊണ്ട്. അരവിന്ദ്, നീ ഇവിടെ നിക്ക. റൂം നമ്പർ 27 കുട്ടിക്ക് ഇഞ്ചക്ഷൻ കൊടുത്തായിരുന്നാ? ഞാനത് മറന്നുപോയി. പോയി കൊടു. നിങ്ങളൊരു 3 എണ്ണം ഇവിടെ. ഹായ്, അത് ഇവനെ ഡോക്ടറെ കാട്ടാൻ. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? അങ്ങനെ ചെറുതായിട്ട് പരിചയമുണ്ട്. അല്ല, അപ്പൊ നിനക്ക് ഇവരെ പരിചയമുണ്ടോ? പരിചയമുണ്ടോന്നോ? ദേ, ആ നടുക്കിരിക്കണതില്ലേ, അതെന്റെ സ്വന്തം അനിയനാ. പേര് ഗോകുല്. പിന്നെ കൂടെ 2 എണ്ണം ഇരിക്കുന്നില്ലേ, അതവന്റെ വാലുകളും. ഒരുത്തന അവന്റെ ബോയ് ഫ്രണ്ടും, ഒരുത്തന അവന്റെ ബെസ്റ്റ് ഫ്രണ്ടും. ഓക്കെ. എന്നാ നീ വൈകണ്ട, അവിടെ പോയി ഇഞ്ചക്ഷൻ കൊടുക്ക്, ഇല്ലെങ്കിൽ സാറിൻ്റെത് കിട്ടും. ഞാൻ പോവാ. എടാ, ഞാൻ പോട്ടെ, പിന്നെ ഒരിക്കലും കാണാം. ചേട്ടാ. കള്ളന്മാരെ, സത്യം പറടാ, നിങ്ങൾക്ക് അരവിന്ദായിട്ട് എന്താ ബന്ധം? എടി ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ ഇവനൊരാളെ ക്രഷ് അടിച്ചെന്ന്. അത് ഈ ചേട്ടനെയാണ്. ശരിക്കാണോ? ശരിക്കും. എന്നാ പിന്നെ വിനു, നീ ഒന്നും നോക്കണ്ട, കേറി പ്രേമിച്ചേക്ക്. അതെന്തേ? പുള്ളിക്ക് തന്നെയാണ്, ഒരു പ്രശ്നമില്ല. എന്നാ പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്യാലേ? ട്രൈ അല്ല, കളത്തിലിറങ്ങി കളിക്കണ ചെക്ക. എന്നാ പിന്നെ ശരി. എന്നാ പിന്നെ കാര്യങ്ങൾ ഇതുവരെ ആയ സ്ഥിതിക്ക് ഞങ്ങൾ ഇറങ്ങട്ടെ. ഇറങ്ങ്. മരുന്ന് മടങ്ങാണ്ട് കഴിച്ചേക്ക്. ആടി കഴിക്കാം. നിനക്കൊട്ടും ടൈമിലിട്ട് ചിന്നു. എന്റെ ടൈമിങ്ങിന് എന്തെന്റെ പ്രശ്നം?
ഞാനന്ന് നിന്നോട് പറഞ്ഞില്ല എനിക്കൊരു ചെക്കൻ ഇഷ്ടമായിരുന്നു. ഉവ്. ആ ചെക്കനോടണ്ടി ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതില് നീ പറഞ്ഞു വന്നില്ലേ ആ വിനു. അപ്പൊ നിനക്ക് അവനായിരുന്നു ഇഷ്ടം? ആ എന്തേ? ഇതിപ്പോ സിമ്പിളായല്ലോ. സിമ്പിളാ? അത് നീ ഒരു പണി ചെയ്, അവനെ നാളെ ഡേറ്റിങ്ങിനുണ്ടോ? ഇത്ര പെട്ടെന്നാ? അവൻ എന്താണ് ഇങ്ങനെയാണെന്നൊന്നും അറിയാണ്ട്? ഈയടാ അവൻ ഗേയാണ്. അവന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിനക്ക് ഇന്ന് തന്നെ പറഞ്ഞു തരാം. എന്റെ കുഞ്ഞിനെ പോലെ നോക്കുന്ന കൊച്ചത്. അപ്പൊ പിന്നെ പ്രശ്നം ഇല്ലല്ലേ? ഇല്ലടാ. എന്നാ പിന്നെ ഞാൻ പോയി കോൾ ചെയ്ത് പറയട്ടെ. ആ ചെല്ല്. ഹായ് കോളിങ്. ഹലോ. എടാ നാളെ നീ ഫ്രീ ആണോ? ആ ഞാൻ ഫ്രീ ആണ്, ഞാൻ എപ്പോഴും ഫ്രീ ആണ്. എന്തേ ചേട്ടാ? എടാ അത് പിന്നെ എനിക്ക് കുറച്ച് നിന്നോട് സംസാരിക്കാനുണ്ട്. ആ സംസാരിക്കാം. എവിടെ വരണ്ടേ? ഇവിടുത്തെ സെൻട്രൽ മാളി വന്നാൽ മതി, നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. ഓക്കെ ചേട്ടാ, സമയം പറ. സമയം വൈകുന്നേരം ഒരു 3 മണി. ആ ഞാൻ അവിടെ ഉണ്ടാവും. ആ എന്നാ പിന്നെ ശരി. അയ്യോ ഈശ്വര, പെൻ്റെ ഉറക്കം പോയി. എന്ത് സംസാരിക്കാനായിരിക്കും എന്നോട് വരാൻ പറഞ്ഞത്? ഇനിയും പുള്ളിക്ക് വേറെ വല്ല ഇഷ്ടം? എൻ്റെ അടുപ്പൊക്കെ കണ്ടിട്ട് ഞാൻ ഗേയാന്ന് തോന്നിയിട്ടാണോ? പുള്ളി ഗേ ആണല്ലോ, പിന്നെന്തായിരിക്കും? എൻ്റെ ഉറക്കം പോയേ. അരവിന്ദേട്ടനാണല്ലോ, എന്തിട്ടാണാവോ? ദേ ചെക്ക, ഞാൻ വിളിച്ചു പറഞ്ഞെന്നും പറഞ്ഞ് ഇതാലോചിച്ച് കൂട്ടി ഉറക്കൊന്നും കളയാൻ നിൽക്കണ്ട. പേടിക്കാനുള്ള കാര്യങ്ങളൊന്നും പറയാനല്ല, നിന്നോട് ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാണ്. ഡിഡ് ഹി ക്യാൻ റീഡ് മൈ മൈൻഡ്? സോ എനിക്ക് വയ്യ. വിനു ഇങ്ങോട്ട് വാ. ആ ചേട്ടാ ഇരിക്കടോ. പറ. അതെ, വിൽ യു ബി മൈ ബോയ് ഫ്രണ്ട്? ആ ചേട്ടാ ഇത് ഇത്തിരി ഫാസ്റ്റ് കൂടി പോയല്ലേ ചോദിച്ചത്? അങ്ങനല്ല. എനിക്ക് മനസ്സിലാവും. സംഭവം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ലൈഫിൽ ഞാനിങ്ങനെ ഒരാളെ കാണണം, സംസാരിക്കണം എന്നൊക്കെ തോന്നി തുടങ്ങിയത് നിന്നെ കണ്ടപ്പോഴാണ്. ഞാനങ്ങനെ ബോയ്സായിട്ട് വലിയ കമ്പനിയൊന്നുള്ള ആളല്ല. പക്ഷേ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ കൂടി അതിനൊക്കെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പക്ഷേ നിന്നോട് സംസാരിച്ചപ്പോഴും അടുത്തപ്പോഴും എന്താ പറയുക, പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് നിന്ന് നമ്പർ വാങ്ങിക്കുക, ID ചോദിക്കുക, ആളോട് ചാറ്റ് ചെയ്യുക, ആളെ വിളിച്ച് ആളിവിടെ എത്തിയെന്ന് പറയുക, ഇതൊക്കെ കാണുമ്പോൾ നീ എന്നെ പ്രണയിക്കുന്നില്ലേ? ഞാൻ പ്രണയിക്കുന്നുണ്ട്. ഇത്ര പെട്ടെന്ന് തിരിച്ചൊരു റിപ്ലൈ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തിരിച്ചെന്നോട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അത് കണ്ടിട്ട് നടക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. പിന്നെ ഇഷ്ടമായിട്ടൊക്കെ തന്നെയാണ് നിങ്ങളുടെ ഇത് നമ്പർ വാങ്ങിച്ചതും ചാറ്റ് ചെയ്തതും ID ചോദിച്ചതും കോൾ ചെയ്തതും ഒക്കെ ഇഷ്ടമായിട്ട് തന്നെയാണ്. പക്ഷേ അത് ഞാനിങ്ങനെ അവതരിപ്പിക്കും എന്നതിലായിരുന്നു എനിക്ക് പേടി. പക്ഷെ ഇന്ന് സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. വല്ല ലൈൻ ഉണ്ടാവും എന്നൊക്കെ പറയുന്ന വിചാരിച്ചത്. പക്ഷേ ഇറ്റ് വാസ് അൺഎക്സ്പെക്റ്റഡ്. സോ അപ്പം എങ്ങനെ? വിൽ യു? യെസ്, ഐ വിൽ ബി യുവർ ബോയ് ഫ്രണ്ട് ഫോർ എവർ. வாய்மொழியும் எந்தன் தாய்மொழியும் இன்று வசப்படவில்லையடி. வயிற்றுக்கும் தொண்டைக்கும் உருவமில்லா ஒரு உருண்டையும் உருளுதடி. காத்திருந்தால் எதிர்பார்த்திருந்தால் ஒரு நிமிஷமும் வருஷமடி. கண்கள் எல்லாம் என்னை பார்ப்பது போல் ஒரு கலக்கமும் தோன்றுதடி. இது சொர்க்கமா நரகமா சொல்லடி உள்ளபடி. நான் வாழ்வதோ விடைந்து போவதோ உன் வார்த்தை
ആരു? യെസ് ബേബി. എന്തുണ്ടാക്കുക? ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണ്ടേ? അതിനെന്തിനുണ്ടാക്കുന്നു? എടാ കഴിഞ്ഞില്ലേ നിന്റെ കൊര? ഇതിപ്പോ എത്ര മാസായി? ഞാനിന്ന് ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചതാ. നീ മാറണ്ടേ? സത്യം പറ, നീ കഴിച്ച് എന്നാ വന്നിരിക്കും, ഞാൻ ഫുഡ് എടുക്കാം. വരട്ടെ. ഇപ്പൊ ഫുഡ് വേണ്ട. അതെന്ത് നിനക്ക് വേണ്ടാത്ത? I don't want to taste this. Oh, then what do you want to taste? Simple. I want to taste you. വിനുടാ, എനിക്ക് നിനക്കെന്താ പറ്റി? കണ്ണൂർക്കണം പ്ലീസ് വിനു, പ്ലീസ് ഡാ, പ്ലീസ്. എന്റെ ഈശ്വര, മോനെ അരവിന്ദ്, എന്റെ കുഞ്ഞിനെന്ത് പറ്റിയേ? എനിക്കൊന്നും അറിയില്ല അമ്മ. പെട്ടെന്ന് ചോര മൂക്കിന്നൊക്കെ പോയി പെട്ടെന്ന് അങ്ങോട്ട് തലറിഞ്ഞ് വീണു. ഏയ് ഗൈസ്, നിങ്ങളൊന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്ക്. അവനൊന്നും ഉണ്ടാവില്ല. അതെ, അവനൊന്നും ഉണ്ടാവില്ല. ഡോക്ടർ വരട്ടെ. എടാ എല്ലാവരും വാ, ഡോക്ടർ വിളിക്കുന്നുണ്ട്. വാടാ. മാനവേ, എന്റെ ചെക്കൻ എന്തുണ്ട് പറ. എടാ ഇവന് ചുമ ഇപ്പൊ എത്ര നാളായി? അതിപ്പോ ഒരു 7 മാസമൊക്കെ ആയി കാണും. ഈ ഫുഡ് കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടോ ശ്വാസം എടുക്കുന്നതിൽ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവൻ പറഞ്ഞിരുന്നോ? അവൻ പറഞ്ഞിരുന്നു. ആ സമയത്ത് ഞാൻ പച്ചമരുന്നുകളൊക്കെ ചേർത്തിട്ടാ കൊടുത്തേ. എന്താ ഡോക്ടറെ? തുടർച്ചയായിട്ട് അവനിങ്ങനെ ചുമക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കൊരു നല്ല ഡോക്ടറിനെ കാട്ടായിരുന്നു. അരവിന്ദ്, നീ ഒരു നേഴ്സായിരുന്നില്ലേ? നിനക്കിതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൂടായിരുന്നു? എന്റെ ബോയ് ഫ്രണ്ട് അല്ല അത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാൻ പോയാ അവൻ മുഴുവനായിട്ടൊന്നും പറയിപ്പിക്കാറില്ല എന്നെ കൊണ്ട്. എന്തെങ്കിലുമൊക്കെ ഇടയിൽ പറഞ്ഞ് അത് തർക്കിച്ച് അത് നിർത്തും. ഇപ്പൊ എന്താ പ്രശ്നം? അത് നീ ഒന്ന് പറ. ഇറ്റ്സ് എ ത്രോട്ട് ക്യാൻസർ. അതെ, ഒരു 20% മാത്രം ജനങ്ങളിൽ കണ്ടുവരുന്ന ഒരു ക്യാൻസർ. പലർക്കും ത്രോട്ട് ക്യാൻസർ പല രീതിയിലാണ് വരാറ്. പക്ഷേ എനിക്കറിയേണ്ടത് വിനായകന്റെ അമ്മയിൽ നിന്നാണ്. ഇവൻ വലിക്കാറുണ്ടോ? ഇല്ല ഡോക്ടറെ, എന്റെ കുഞ്ഞങ്ങത്തൊന്നും ചെയ്യാറില്ല. ദെൻ വീട്ടിലാരെങ്കിലും? അവന്റെ അച്ഛൻ വലിക്കായിരുന്നു ഡോക്ടറെ. ഇപ്പോ അച്ഛൻ? ഇല്ല, അദ്ദേഹം മരിച്ചുപോയി. അപ്പോ അതന്നെ കാരണം. കണ്ടിന്യൂസ് ആയിട്ട് ഈ സിഗരറ്റിന്റെ പുക ശ്വസിച്ച് കാണണം. അതുകൊണ്ടാണ് അവന് ഈ അവസ്ഥ വന്നത്. എടാ, അപ്പോൾ ഇതിന് ട്രീറ്റ്മെന്റ്? ഇറ്റ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റേജ്. മേ ബി സർജറി വേണ്ടിവരാം, ചിലപ്പോൾ റേഡിയേഷൻ അല്ലെങ്കിൽ കീമോതെറാപ്പി. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. എനിക്കൊന്നും നോക്കാനില്ല. എന്തെന്ന് വെച്ചാൽ ചെയ്തോ. എനിക്ക് എൻ്റെ ചിക്കന് ജീവനോടെ കിട്ടിയാൽ മാത്രം മതി. വി വിൽ ട്രൈ എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ കണ്ടീഷൻ അനുസരിച്ച് 2 ലക്ഷം അല്ലെങ്കിൽ 8 ലക്ഷമാണ് ഇതിന് കോസ്റ്റ്. ഈശ്വര, ഇതൊക്കെ എവിടെ നിന്ന് ഒപ്പിക്കാനാ? അമ്മ പേടിക്കണ്ട. ഐ ബിലീവ് ഇൻ അസ്. ഞങ്ങളെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ ബന്ധം എന്നും നിലനിൽക്കുകയും ചെയ്യും. ഇവന് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ആൻഡ് അവൻ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഓക്കെ? അരവിന്ദേട്ടാ, പറ്റാവുന്ന കടങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നവരിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ പൈസ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വേണം. എന്റെ സ്വർണം പണയം വെക്കാം നമുക്ക്. അതൊന്നും വേണ്ടമ്മേ. എനിക്കവനെ താമസിക്കാൻ വേണ്ടി ഒരു സ്ഥലം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വിൽക്കാം. അത് വിറ്റ് അത്യാവശ്യം പൈസ കിട്ടും. ഇതിനേക്കാൾ ഏറെ പൈസ കിട്ടും. അതെന്നെ കൊടുക്കാം അല്ലേ? അയ്യോ, അത് വേണോ? വേണം, അവന് വേണ്ടിയല്ലേ. സർജറി സ്റ്റാർട്ടാക്കി വെക്ക്. നീ വരുന്നുണ്ടോ? വേണ്ട, എനിക്കവനെ അങ്ങനെ കാണാൻ സാധിക്കില്ല. ഞങ്ങളെന്നാ കയറുക. ദൈവത്തോട് പ്രാർത്ഥിക്കുകയും
എന്നിട്ട് എന്തായി അച്ഛാ? എന്നിട്ട് അവരവരിൽ വിശ്വസിച്ചതുപോലെ ഒന്നുമല്ല നടന്നത്. ദൈവം മറ്റൊന്നായിരുന്നു അവരുടെ കഥയിൽ എഴുതി വച്ചിരുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ സർജറി സക്സസ് ആയില്ല. വീനുവിനെ അരവിന്ദിന് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. തൻ്റെ സ്വന്തം ജീവനെ പോലെ സ്നേഹിച്ചതുകൊണ്ടാവാം മരിച്ച പല വീട് മുന്നേ അവനും ഈ ലോകം വിടുന്നു. ഇന്ന് അവർ മാത്രം ഒന്നിക്കുന്ന അവരുടേതായ സ്വർഗം എന്ന ലോകത്ത് അവർ സന്തോഷിച്ച് നടക്കുന്നുണ്ടാവും. അപ്പ എപ്പ കഥ പറഞ്ഞാലും ഹാപ്പി എൻഡിങ് ആണല്ലോ ഉണ്ടാവാറ്. ഇതിന് മാത്രം എന്താ സാഡ് എൻഡിങ്? അതെന്താണെന്നറിയോ, എല്ലാ കഥകളും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. ചിലത് സന്തോഷമാണെങ്കിൽ ചിലത് വിരഹമായിരിക്കും, ചിലത് ദുഃഖവും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മനുഷ്യജീവിതം അങ്ങനെ തന്നെയല്ലേ. സന്തോഷവും സങ്കടവും എല്ലാം നമ്മൾ ഉൾക്കൊണ്ട് ജീവിക്കണം. ചില സമയത്ത് ചില ബന്ധങ്ങളെ ദൈവം ഒന്നിപ്പിക്കില്ല, ചില ബന്ധങ്ങളെ ഒന്നിപ്പിച്ചാലും ഒന്നിക്കാത്ത രീതിയിൽ നിർത്തുകയും ചെയ്യും. അങ്ങനെ ഒത്തിരി ജീവനുണ്ട്. അവരുടെയൊക്കെ കഥ കേൾക്കുമ്പോൾ പലരും ആദ്യം ഒന്ന് സിമ്പതിപ്പെടും, പിന്നെ അത് വിട്ടുകളയും. സ്വന്തം ജീവിതത്തിൽ വരുമ്പോഴേ അതവർ ഒന്ന് നോക്കുപോലും ഉള്ളൂ. പക്ഷേ അപ്പം പറഞ്ഞു വരുന്നത്, എല്ലാ ജീവിതവും തുടക്കത്തിൽ ആനന്ദമാണെങ്കിൽ കൂടി അവസാനം ദുഃഖം വരാൻ കാത്തിരിക്കുന്നവരാണ് നമ്മൾ ഓരോ മനുഷ്യനും. അതെല്ലാം ആക്സെപ്റ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ ജയിക്കുന്നത്. യു ഗോട്ട് ഇറ്റ്? യെസ് അപ്പ, ഐ ഗോട്ട് ഇറ്റ്. ിന്റെ ഉയരാകുമോ നീ കനിവായി തെളിയുന്നൊരാകാശ ചെരുവിൽ ഞാലയുന്നൊരലയായി